നമസ്കാരം. ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ദുബായിലാണ്. ദുബായിലെ റാസൽഖോർ എന്ന പ്രദേശത്താണ്. ഇന്ന് ദുബായിയുടെ വളർച്ചയിൽ, വികസനത്തിൽ മലയാളികളുടെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവാസികളുടെ അധ്വാനത്തിൻ്റെ ഫലം വളരെ വലുത് തന്നെയാണ്. എന്ന അത്തരത്തിലുള്ള ഒരു മലയാളിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഏതാണ്ട് 39 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ പിള്ള സാർ. തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശിയാണ് അദ്ദേഹം. സെയ്ഫ് അൽ മൻസാർ ടെക്നിക്കൽ സർവീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ഏതാണ്ട് 39 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. ഒരു ജോലിയെന്ന സ്വപ്നമായിട്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഇവിടെ ഈ ഗൾഫ് രാജ്യത്തേക്ക് വരുന്നത്. എങ്ങനെയായിരുന്നു ഗൾഫ് രാജ്യത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ പൊതുവിലുള്ള ഒരു ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 18ാമത്തെ വയസ്സിൽ നാട് വിട്ടവനാണ്. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് അങ്ങനെയില്ല, മറ്റേ കളയിൽ പണിയും അങ്ങനെയൊക്കെ ഉള്ള ഇതായിരുന്നു. ഒരു കൂലി വേലയിൽ നിന്നവരാണ്. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ ഫസ്റ്റ് മകനാണ്, മൂത്ത മകനാണ്. ബാക്കി എൻ്റെ 4 പേരുണ്ടായിരുന്നു. അവരെല്ലാവരെയും ഉത്തരവാദിത്തം, അച്ഛനമ്മ എല്ലാവരും ഉത്തരവാദിത്തം എനിക്കാണ്. 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് 18ാമത്തെ വയസ്സിൽ നാവായിക്കുളം എന്ന പ്രദേശത്ത് നിന്ന് നാട് വിട്ട് നേരെ ബോംബെക്ക്, വർക്കലയിൽ ചെന്ന് ട്രെയിനിൽ കയറുന്നു. കേരള എക്സ്പ്രസിൽ നേരെ ബോംബെക്ക് ഇറങ്ങും. കേരള എക്സ്പ്രസ് ആണോ? കേരള എക്സ്പ്രസ്സേ ഉള്ളൂ. അന്ന് കേരള എക്സ്പ്രസ് വീട്ടിൽ ഇറങ്ങി, വീട്ടിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പോയി. അവിടുന്ന് ഒരു ഏജൻസിയാണ് കൊണ്ടുപോയത്. ഒക്കെ ഒന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയത്, നമുക്കൊന്നും പ്രയോജനപ്പെട്ടില്ല. അവിടെ ചെന്നിട്ട് ബോംബെക്ക് പോകുമ്പോൾ ഒരു ഏജൻസി വഴിയാണ് ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ച് കൊണ്ടുപോയൊരു പാർട്ടിയാണ്. അവിടെ ചെന്നിട്ട് ഒരു ലോഡ്ജല്ല, ഒരു സാധാരണ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഷോപ്പ് അവിടെ ആക്കിയിട്ട് അദ്ദേഹം പോയി. അവിടെ കുറച്ചാൾ ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടായി. ഒന്നാമത് ഭാഷ അറിയില്ല, നാട് വിട്ടിറങ്ങുന്ന സമയമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ ഇന്നത്തെ സാഹചര്യം വെച്ച് പറഞ്ഞാൽ ദാദറിൽ ഞാൻ ബ്യൂട്ടി സ്റ്റേഷനിൽ ഇറങ്ങുന്നത്. ദാദറിലേക്ക് പോവുക ചെയ്തത്. ഇന്നത്തെ എൻ്റെ സംഭവം കപ്പാസിറ്റി വച്ച് ഞാൻ പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. ഞാൻ 2-3 ദിവസം വരെ പട്ടിണത്തിനുണ്ട്, ഭക്ഷണം കഴിക്കാതെ. ദാദറിൽ ആരെങ്കിലും കളയുന്ന ഒരു എച്ചിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. അത്രയും ബുദ്ധിമുട്ടി. വെറും 2-3 ദിവസം പൈപ്പിലെ വെള്ളം മാത്രം കുടിച്ച് ജീവിതം ഒതുക്കിയ മനുഷ്യനാണ്. ഒരുപാട് കഷ്ടപ്പെട്ട്. പിന്നെ എനിക്കിവിടെ UP എന്നുള്ള ഒരു ആളുമായിട്ട് പരിചയപ്പെട്ടു. മൂപ്പരനെ രക്ഷപ്പെടുത്തി. എൻ്റെ പേരിൽ കള്ളത്തരവും കളങ്കവും ഇല്ലാത്തതിൻ്റെ പേരിൽ മൂപ്പരനെ വിശ്വസിച്ച് എൻ്റെ ഹിസ്റ്ററിയും എല്ലാം പറഞ്ഞ് കുറച്ച് നാൾ അങ്ങനെ സുഖമായിട്ട് ജീവിച്ച്, അതിനുശേഷം നേരെ തിരിച്ചു വന്നു, നാട്ടിലേക്ക് വന്നു. കാശൊക്കെ ആയിപ്പോയപ്പോഴും ഒരു 22 വയസ്സായപ്പം കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് എൻ്റെ വീടിനടുത്ത് തന്നെ പൂതക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് ഒരു വർഷം നിന്ന് ഒരു 24 വയസ്സായപ്പം തിരിച്ച് വീണ്ടും ബോംബെക്ക് പോയി. അപ്പോഴും മോനുണ്ടായി. മോനൊരു 3 മാസമായപ്പം തിരിച്ച് ബോംബെയിൽ വന്നിട്ട് വീണ്ടും ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ അയാൾ പറഞ്ഞു. എൻ്റെ കുടുംബ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടെല്ലാം പറഞ്ഞപ്പോഴും മൂപ്പര് പറഞ്ഞു, നീ നിൽക്കണ്ട. അയാൾ തന്നെ ദുബൈക്ക് കയറ്റി വെച്ചു. യുപിക്കാരൻ. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ്. അതാണ്. അങ്ങനെ ദുബൈയിൽ വന്നപ്പം തന്നെ വിചാരിച്ച് നടന്നു പോകാൻ കുറുക്ക് വഴി തന്നെ തിരിച്ചു കയറി പോകാമെന്ന്. ദുബൈയിൽ വന്ന സമയത്ത് ഏതൊരു പ്രവാസി ആഗ്രഹിക്കുന്നുണ്ടാവും തുടക്കം. പക്ഷെ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി നന്നായി സംസാരിക്കാൻ പഠിച്ചു, അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ച ഒരു ലൈഫായിരുന്നു. അതെ, എനിക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചായിരുന്നു. അതിനുശേഷം ഇവിടെ ദുബൈയിൽ ഒരുപക്ഷെ 18ാമത്തെ വയസ്സിൽ ബോംബെയിൽ പോകാതെ ദുബായിലേക്കാണ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ താങ്കൾക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നു. ഈ ലെവലിൽ ആവൂലായിരുന്നു. നിൽക്കാനും പറ്റില്ല. ഞാൻ ഈ ലെവലിലും ആവില്ല. പക്ഷെ ബോംബെ എന്നത് ഒരു പാഠപുസ്തകം തന്നെയാണ്, ഒരു ട്രെയിനിങ് സെന്റർ ആയിരുന്നു. ബോംബെ സംബന്ധിച്ച് പറഞ്ഞാൽ 100 രൂപയുള്ളവനും 10,000 രൂപയുള്ളവനും ജീവിക്കാൻ ഒരേ രീതിയാണ്. 10,000 രൂപയോളം ജീവിക്കാം, 100ഓളം ജീവിക്കാം.
10,000 രൂപയുള്ളവൻ അവൻ്റേതായ രീതിയിൽ ജീവിക്കും, 100 രൂപയുള്ളവൻ അവൻ്റേതായ രീതിയിൽ ജീവിക്കും. അതാണ് ബോംബെയിൽ ഞാൻ പഠിച്ചത്. ആ പാഠവുമായിട്ടാണ് ഈ ദുബായിലേക്ക് വന്നിറങ്ങുന്നത്. അല്ല, എനിക്ക് ദുബായിൽ വന്നേ പറ്റൂ. 2-3 സഹോദരങ്ങൾ, വൈഫ്, അച്ഛനമ്മ, ഇവരെയൊക്കെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു വലിയ ഉത്തരവാദിത്വം വേറെ ആരുമില്ല. ആ ഉത്തരവാദിത്തങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്നേ ജീവിക്കട്ടെ, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ ഉപയോഗമാണ് ദുബായിലേക്ക് വരുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായി, സ്വപ്നങ്ങൾ, ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് വന്നു. പക്ഷേ ദുബായിൽ വന്നപ്പോൾ വിചാരിച്ചു കുറുക്ക് വഴിക്ക് നടന്നു പോകാൻ വഴിയുണ്ടെങ്കിൽ തിരിച്ചു പോകാമെന്ന്. കാര്യം അത്രയും ബുദ്ധിമുട്ടി ആദ്യം. അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അന്നൊക്കെ ഈ ഇതുപോലുള്ള ഞങ്ങളാരും ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ ജീവിക്കുന്ന ആൾക്കാർക്കാർക്കും ഫാനില്ല, AC ഇല്ല, ലൈറ്റില്ല. കാലത്ത് പോകുന്ന നേരത്ത് ഈ നമ്മൾ ചട്ടായി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഈ മുള വച്ചുണ്ടാക്കുന്ന ഒരു പരമ്പ്. ആ പരമ്പ് 3 വശത്തും ചുറ്റിക്കെട്ടിയിട്ട് മുകളിൽ ആസ്പെറ്റോസ് ഇട്ടായി. അതാണ് വീട്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ 7 മണിക്ക് പണിക്ക് പോകണം. കാലത്ത് എഴുന്നേച്ച് കുറച്ച് ഡാലും കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് പോകും. അപ്പം തന്നെ ഉച്ചയ്ക്ക് വന്നാൽ കിടക്കാൻ വേണ്ടിയിട്ട് മണലിൽ വെള്ളം ഒഴിച്ചിട്ട് പോകും. ചൂടത്ര ചൂടാണ്. ഭയങ്കരമായ ചൂടുള്ള സമയത്ത് കാലത്ത് പോകുമ്പം മണലിൽ വെള്ളം ഒഴിച്ചിട്ട് പോകും. എന്നിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് ആ ഒരു ചപ്പാത്തിയും സ്വല്പം ഡാലും കഴിച്ച് അതിൻ്റെ മുകളിൽ 2 മണിക്കൂർ വിശ്രമിക്കും. തിരിച്ച് വീണ്ടും പണിക്ക് പോകും. പോകാൻ നേരത്തെ വീണ്ടും വെള്ളം ഒഴിച്ചേക്കും വരമ്പം കിടക്കാനായിട്ട്. അങ്ങനെ ഒരു 4-5 മാസം അങ്ങനെയൊക്കെ സഹിച്ച് ജീവിച്ച് അങ്ങനെ കുറേ നാൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് 8-10 മാസം വരെ നിന്നായിരുന്നു. പിന്നെ വയ്യ. അതിനപ്പുറം നാട്ടുകാരൊക്കെ ഉണ്ട്, എൻ്റെ ബന്ധുക്കളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്താണെന്ന്. എന്നാലും മനക്കരുത്ത് വിടാതെ ഞാൻ മുന്നേറിപ്പോയി. പിന്നെ അതിനുശേഷം വേറെ ഇവിടുന്ന് ചാടി വന്നു. വേറെ അന്ന് ഒരു ഡിക്സി കോള എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായിരുന്നു. അവിടെ സെക്യൂരിറ്റി ആയിട്ട് കയറി. അവിടെ കുറച്ച് നാൾ അവിടെ പണിയെടുത്ത് അതിനുശേഷം കുറച്ച് തൈരും മറ്റുമൊക്കെ ആയി. അവിടെ നിന്ന് അങ്ങനെ സെക്യൂരിറ്റി പണിയെടുക്കുമ്പോൾ കാണാം അവിടെ കമ്പനി ഓപ്പണിംഗ് സെറമണി ആയപ്പം ഞങ്ങളെപ്പോലെ സെക്യൂരിറ്റിക്കാരെ വേണ്ട. പിന്നെ അവിടുന്ന് ഇന്ത്യൻ എക്സ് മിലിറ്ററിക്കാരെ കൊണ്ടുവന്ന് സെക്യൂരിറ്റി ആക്കി. ഞങ്ങളെ കാര്യം പോക്കായി. അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ശ്രമം ഒരു പണി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പണി കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഷേഖ് ലത്തീഫ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. ഷേഖ് റാഷിദിൻ്റെ, ഷേഖ് മക്തം, ഷേഖ് മുഹമ്മദ് അവർക്കൊക്കെ ഉള്ള സ്കൂളാണ്. അവരൊക്കെ മക്കൾ പഠിക്കുന്നു. പിന്നെ VIP കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടെ ആദ്യം ഒരു ആപ്ലിക്കേഷൻ അയച്ച് വേക്കൻസികളും പറയും കൊണ്ട് ലെറ്റർ വന്നു. ഞാൻ വീണ്ടും അവിടെ തന്നെ ജോലി ചെയ്തു. അപ്പോൾ അറബിയുടെ വീട്ടിലേക്ക്, എൻ്റെ സ്പോൺസർ അറബിയുടെ വീട്ടിലേക്ക്, അല്ലഷ്റം എന്നാണ് എൻ്റെ അറബാബിൻ്റെ അന്നത്തെ കമ്പനി അറബിയുടെ പേര്. അവരെ വീട്ടുപണിക്ക് എന്നെ വിളിച്ച്. ഞാൻ പറഞ്ഞു വീട്ടുപണിക്ക് ഞാൻ പോകില്ല. അങ്ങനെ നിന്നപ്പോൾ വീണ്ടും ഒരു ആപ്ലിക്കേഷൻ അയച്ച്, ലത്തീഫ സ്കൂളിൽ തന്നെ ആപ്ലിക്കേഷൻ അയച്ച് എന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ വെക്കേഷൻ സമയമാണ്, കുട്ടികളെല്ലാം വെക്കേഷനായ സമയമാണ്. 7 പേരെ വിളിച്ചപ്പോൾ 7 പേരും സ്ഥലത്തില്ലായിരുന്നു. 8ാമത് വിളിക്കുന്നത് എന്നെയാണ്. ഞാൻ സ്ഥലത്തുണ്ട്. എൻ്റെ ഭാഗ്യം കൊണ്ട് എന്നെ വിളിച്ച് ഞാൻ ചെന്ന് 7 പേരും അവരെ വിളിച്ചിട്ട് അവർ സ്ഥലത്തില്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് 8ാമത്തെ ചാൻസ് എനിക്ക് കിട്ടി. ഈ 8ാമത്തെ ചാൻസ് കിട്ടുമ്പം അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത്. എൻ്റെ എല്ലാത്തിൻ്റെയും സമ്പാദ്യം വർക്ക്ഷോപ്പാണ്. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്, ബിൻ സേഫ് ആൻഡ് ഓട്ടോ റിപ്പയറിംഗ് ഗാരേജ്. ആ ലത്തീഫ സ്കൂളിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് വർക്ക്ഷോപ്പും ഞാൻ കണ്ടിന്യൂ ആയിട്ട് പോയിരുന്നു. കാര്യം ഏകദേശം 18 മണിക്കൂർ 16 മണിക്കൂറും ജോലി ചെയ്യും. സ്കൂളിൽ ഡ്രൈവറെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുക അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 6 മണിയാകും വർക്ക്ഷോപ്പിൽ വന്നിട്ട് രാത്രി 10 മണി 11 മണി 9 മണി വരെ അവിടെ ജോലി ചെയ്യും. വർക്ക്ഷോപ്പിൻ്റെ മെക്കാനിക്കൽ പണി അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ വിചാരിച്ച് സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ ചെയ്യണം. പിന്നെ ഒരു ബിസിനസ് ചെയ്യുന്നൊരു ആഗ്രഹം വന്നു. ആദ്യം ഞാൻ കേരള ട്രാൻസ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കേരള ട്രാൻസ്പോർട്ടായി, സൈഫുൽ മുൻസറ ടെക്നിക്കൽ സർവീസായി, ലത്തീഫ സ്കൂളിലെ ജോലിയായി, വർക്ക്ഷോപ്പായി. ഇത് നോക്കാനില്ല ഞാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റയാൾ. എന്നെക്കൊണ്ടത് സാധിക്കില്ല എന്ന് തന്നെ മനസ്സിലായി. അങ്ങനെ കേരള ട്രാൻസ്പോർട്ട് ഒരു പാർട്ടി ഞാൻ വെറുതെ കൊടുത്തു. 10-50,000 രൂപ 40,000 രൂപ ചിലവാക്കി കൊടുത്ത ലൈസൻസാണ്. അതൊരു പാർട്ടിക്ക് കൊടുത്ത് അയാളിപ്പം നല്ല അടിപൊളിയായിട്ട് എല്ലാം നോക്കുന്നുണ്ട്. അത് അവനവൻ്റെ ലൈഫിൻ്റേതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പ്രതിസന്ധികളും ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു മനക്കരുത്ത് കിട്ടിയത് കൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും ഇന്ന് താങ്കൾക്കൊരു വിജയം സർവേശ്വരം കൊണ്ട് തന്നത്. പക്ഷെ ആ പിടിച്ചു നിൽക്കാനുള്ളൊരു മനക്കെട്ടി ആ സമയത്ത് എവിടെ നിന്ന് കിട്ടി? എൻ്റെ ദാരിദ്ര്യം. എനിക്ക് ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലും ആവണം. ഇവിടെ ഒരുപാട് ആൾക്കാർ പാസ്പോർട്ടായിട്ട് വരുന്നുണ്ട്. 105 വരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. സ്വന്തം കാലിൽ നിൽക്കാനായിട്ട്, ഒരു ബിസിനസ് ചെയ്യാനായിട്ടുള്ള കഴിവ്. നമ്മൾ എൻ്റെ കണക്കൂട്ടൽ നോക്കിയാൽ സ്വന്തമായിട്ട് അധ്വാനിച്ചാൽ വിജയിക്കാൻ ഒരു കുഴപ്പമില്ല. സ്വന്തമായിട്ട് അധ്വാനിക്കണം.
അപ്പോഴും വയറ് വിശക്കുന്നെന്നോ അല്ലെങ്കിൽ അവിടെ പോകണോ ഇവിടെ പോകണമെന്നോ നോക്കിയിട്ട് കാര്യമില്ല. ഇന്ന് ആ ഒരു ടെക്നോ സർവീസ് ഒരു കൺസ്ട്രക്ഷൻ രംഗം മാത്രമല്ല എല്ലാ രംഗത്തും ഒരു സർവീസ് സെക്ടറിലും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ കാര്യം ബിസിനസ് ഇവിടെ ആവശ്യമുള്ള പെയിൻറ്റിങ് ആയിക്കോട്ടെ, പ്ലംബിംഗ് ആയിക്കോട്ടെ, ഒരു കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ തന്നെ ബെറ്റർ സർവീസ് കൊടുക്കുവാൻ തങ്ങളുടെ കമ്പനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ എംപ്ലോയീസാണ്. എംപ്ലോയീസാണ്. കാര്യം അവർക്ക് ആവശ്യമായ എല്ലാ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഏതൊരു കമ്പനിയിലും ഒരാളുടെ അമ്മ മരിച്ചുപോയി അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയി, ഭാര്യ സീരിയസ്, കുട്ടി സീരിയസ് എന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിയാൻ ഒരു വ്യക്തിക്ക് പോകാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് ഇന്നിപ്പോൾ രാത്രി അറിയിക്കണം എൻ്റെ ഇങ്ങനെ പ്രശ്നമാണ്, എനിക്ക് പോകണം, രാത്രി പറഞ്ഞയക്കാൻ പറ്റും, രാത്രി തന്നെ പറഞ്ഞയക്കും. ഇല്ലെങ്കിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് അയാൾ പോയിരിക്കും. അയാൾ ടിക്കറ്റ് എടുക്കാൻ പൈസ ഉണ്ടോ, അവിടെ നാട്ടിൽ പോയാൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പൈസ ഉണ്ടോ, ഒന്നും അയാൾ അറിയുന്നില്ല. അയാൾക്ക് ഉക്കാവുന്നതിൻ്റെ പൈസ നമ്മൾ കൊടുക്കും, തിരിച്ചു വന്നതിന് ശേഷം അയാളുടെ സാലറി നിങ്ങൾ കട്ട് ചെയ്യും. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. അത് തോന്നാൻ കാര്യം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ 2-3 ദിവസം പൈപ്പിലെ പച്ചവെള്ളം കുടിച്ച് ജീവിച്ച സമയമുണ്ട്. ആ സമയത്ത് എന്നും ഓർക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഒരുമാതിരിപ്പെട്ട ഇന്നത്തെ പണക്കാരും പറയില്ല. ഞാൻ പട്ടിണി നടത്തിയിട്ടുണ്ട്, ഒരുത്തൻ തിന്നുന്നതിൻ്റെ എച്ചിലിനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് ഉള്ള കാശാണ് നമ്മുടെ സാഹചര്യങ്ങളായിരുന്നു, എൻ്റെ സാഹചര്യങ്ങളാണ്. ശരിക്കും ഇന്ന് ആട്ടോ ഗാരേജ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഒരു എല്ലാവിധ ആട്ടോ അതിൽ നിന്നാണ് ഇതെല്ലാം പൊങ്ങി വന്നത്. ഇപ്പോൾ അതിൻ്റെ മെക്കാനിക്കലായിട്ടുള്ള ഇലക്ട്രിക്കൽ എല്ലാ വർക്ക്ഷോപ്പിലും എല്ലാ സംഭവങ്ങളും, പെയിന്റിങ് ആയിരുന്നാലും എല്ലാം കംപ്ലീറ്റ് എ ടു സെറ്റ് ഉണ്ട്. എല്ലാ വെഹിക്കിൾസും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞങ്ങൾ എല്ലാ വെഹിക്കിൾസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഉണ്ട് മെക്കാനിക്കലായിട്ടും എല്ലാ കാര്യങ്ങളും. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഗൾഫിലേക്ക് വരുന്നത്. സഹോദരിമാരുണ്ട്, പിന്നെ കുടുംബം, ഇതൊക്കെ പൂർത്തീകരിക്കാൻ എല്ലാം കഴിഞ്ഞു. 2 സഹോദരിമാരുണ്ടായിരുന്നു, നല്ല വിധത്തിൽ കെട്ടിച്ചയച്ച്. അവരുടെ മക്കളുണ്ടായിരുന്നു, അവരൊക്കെ കെട്ടിച്ചയച്ച്. പിന്നെ വേറെ ഒരു ബന്ധു തന്നെയാണ്, അവരെ മോളെയും കൊണ്ട് വന്നായിരുന്നു. മോള് ഏകദേശം 10-18 വർഷം വരെ എൻ്റെ കൂടെ താമസിച്ച്. അതിനെ നല്ല വിധത്തിൽ കെട്ടിച്ചയച്ച്. ചേഴക്കാരെയും പെങ്ങന്മാർക്ക് ഒക്കാവുന്നതിൻ്റെ മാക്സിമം സഹായിക്കാൻ എല്ലാവരെയും സഹായിച്ചു. ഞാൻ ഇതുവരെ സഹായിച്ചതിൽ എൻ്റെ ഭാര്യയോ മക്കളോ ഒരു ഭിന്നാഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് ഇത്രയും കൊടുക്കുന്നു ഒരഭിപ്രായങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. എത്ര കുട്ടികളാണ്? എനിക്ക് 3 മക്കൾ. മൂത്തയാളുടെ പേര് ബിനു. ബിനു ഇപ്പോൾ കൂടെ ഉണ്ട്. ബിസിനസ്സിൽ അയാളാണ് ഇപ്പം വർഷാപ്പെല്ലാം നോക്കുന്ന അയാളാണ്. രണ്ടാമത്തെ മകൻ സൈഫുൽ മൻസാർ ടെക്നോ സർവീസ്. പേര് ബിന്നി. മൂന്നാമത്തെ ആള് ഇപ്പം BBA പഠിക്കുന്നു. മകളാണ്. പേര് അനു. നേരത്തെ പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ ഒരു എതിരഭിപ്രായം എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്ക് ഇല്ലായിരുന്നു എന്നുള്ള ഒരു അകമഴിഞ്ഞ പിന്തുണ താങ്കൾക്ക് തന്നതുകൊണ്ടാണ് ഈ ജീവിതത്തിൻ്റെ എല്ലാ വിജയത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ലക്ഷ്യവും എൻ്റെ ഭാര്യ. ഞാൻ എന്ത് പറഞ്ഞാലും പറയാവുന്ന കാര്യത്തിൽ പറയും, അത് ഇത്ര നല്ലതല്ല, ഒറ്റ വാക്കിലും തീർക്കും. എന്നാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. സാധാരണ ചില ആൾക്കാർ കുറച്ച് കാശൊക്കെ ആകുമ്പം ഭാര്യ ഏത് മക്കളേത് മറ്റുള്ള വിധത്തിലുള്ള ജീവിതം അങ്ങനെയുള്ള ഒന്നുമില്ല. ഞാൻ എൻ്റെ കുടുംബം അതിനപ്പുറം ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. എനിക്കത് മതി. ഈ കഴിഞ്ഞുപോയ 39 വർഷക്കാലത്തെ ഒരു പ്രവാസ ജീവിതം
തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എന്തു തോന്നുന്നു? എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചു തന്നാൽ പിള്ളച്ചേട്ടൻ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.